the roots to grow, and the wings to fly. Good morning to one and all present here. I am glad to welcome all the dignitaries, parents, my dear colleagues, to the first PTM of the academic year 2025-26. It's a pleasure to have you all here today. Let's begin the day by seeking a blessing from the God Almighty. Now, I call upon prayer dance team to bring us to the feet of divine power. Welcome, my dear children. ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്യുന്ന സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും പരിചയക്കുറവുള്ള ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം പേരൻസിനും ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നതിൽ സമർത്ഥനായ മിസ്റ്റർ ഷിജു കെ എം ഏറ്റവും സ്നേഹപൂർവ്വം സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Of parents, teachers and students and chief guest of the day, Reverend Sister Christina, the manager, Reverend Sister Sheija, Vice Principal, Mr. Gogol, Password Publishers Agent here, and Mr. Rajesh, our PTA President. Dear parents, my dear teachers, and most dear loving students who came here to present today's program, good morning to all. Good morning. Good morning എന്ന് കേൾക്കുന്നില്ല, അതിനേക്കാൾ സൗണ്ടാണ് നമുക്ക് ഇന്ന് മഴയ്ക്കൊക്കെ, അതുകൊണ്ട് ആരുടെയും ഗുഡ് മോർണിംഗ് ഒന്നും കേൾക്കുന്നില്ല. എന്നാലും വന്നവർ നല്ല സന്തോഷത്തിലാണ്. ഞങ്ങളും ഈ ഒരു വർഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു മീറ്റിങ്ങിന് നിങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളും ഒത്തിരി സന്തോഷത്തിലാണ്. നിങ്ങളിപ്പോൾ ഇത് കാണാമല്ലോ, കാരണം
ഒരുപാട് പൈസ സമ്പാദിച്ച് വിറ്റതിന് ശേഷം കിട്ടിയ പൈസ കൊണ്ട് രത്നങ്ങൾ തേടി ഇറങ്ങി. ഒരുപാട് ഗ്രാമങ്ങൾ സഞ്ചരിച്ചു, ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു. അവസാനം രത്നങ്ങളൊന്നും കിട്ടിയതുമില്ല. അദ്ദേഹത്തിന്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു. അദ്ദേഹം ഒരു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഈ ഗ്രാമത്തിൽ നിന്ന് പോയ സന്യാസി വരെ പിന്നെ ഒരിക്കൽ ഇതേ ഗ്രാമത്തിൽ തിരിച്ചു വന്നു. അപ്പോൾ അന്ന് അദ്ദേഹം വിസിറ്റ് ചെയ്ത ധനികന്റെ വീടൊന്ന് സന്ദർശിച്ച് കളയാം. ആ ധനികൻ ഭക്ഷണം തന്ന് വിശ്രമിക്കാനൊക്കെ ഇടം തന്നതാണല്ലോ, ഒന്ന് സന്ദർശിച്ച് കളയാമെന്ന് കരുതി തിരിച്ച് ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തണം. ഈ സന്യാസി വര്യനെ സ്വീകരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ടേബിളിന്റെ മുകളിലാണ് എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ യജമാനൻ ഈ കല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ആ പഴയ യജമാനനല്ല ഇപ്പോഴത്തെ പുതിയ യജമാനൻ. പുതിയ യജമാനൻ ഇദ്ദേഹമാണ്. പഴയയാളത് വിറ്റ് രത്നങ്ങൾ തേടി ഇറങ്ങി വർഷങ്ങൾക്ക് മുന്നേ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി ഈ പുതിയ യജമാനോട് ചോദിച്ചു, അങ്ങേക്ക് എവിടെ നിന്നാണ് ഈ രത്നം കിട്ടിയത്? അപ്പൊ അദ്ദേഹം ഈ സന്യാസിയെ കൂട്ടി ഈ ധനികൻ അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിലേക്ക് പോവുകയും ഉദ്യാനത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന അരുവി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ അടിത്തട്ടിൽ നിന്നാണ് എനിക്ക് ഈ രത്നക്കല്ല് കിട്ടിയത്, തിളക്കമാർന്ന കല്ല് കിട്ടിയെന്ന് പറഞ്ഞു. ആ സന്യാസി വരെ അദ്ദേഹത്തോട് ചെന്നപ്പോൾ ആ അരുവിയുടെ നദിയുടെ അടിത്തട്ടിൽ കണ്ടമാനം രത്നങ്ങൾ കിടക്കുന്നുണ്ട്, തിളക്കമാർന്ന കല്ലുകൾ കിടക്കുന്നുണ്ട്. ഈ കഥയിൽ നിന്ന് മനസ്സിലായി, നമ്മളെല്ലാം പോണ വഴിക്ക് അരുവിയുടെ രത്നം കിട്ടുമെന്നാണോ? അല്ല, ഈ രത്നങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ പഴയ ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്തിട്ടുണ്ട്. ഇനി 10th സ്റ്റാൻഡേർഡ് 10th A B ഉണ്ട്. 10th നിന്ന് ഒരു പേരൻസ് എല്ലാവരും എഴുന്നേറ്റിട്ട് ഒരാൾ സെലക്ട് ചെയ്യുക. 10th ഈ എലക്ട് ചെയ്യപ്പെടുന്നവര് കൃത്യമായിട്ട് മീറ്റിംഗ്സിന് വരുന്നവരെ മാത്രം എലക്ട് ചെയ്യുക പ്ലീസ്. അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. മീറ്റിങ്ങിന് വരുന്നവര് ജോലിക്ക് സ്ഥിരം പോകുന്നില്ലാത്തവരെ എലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതെങ്കിൽ വരണം, അവർ വരണം, മീറ്റിംഗ്സിന് വരണം. ഓക്കെ, അത് സാധാരണയാണ് തോന്നുന്നു. ഇനി 9th സ്റ്റാൻഡേർഡ് പ്ലീസ് പേരൻസ്. 9th ആരെയും ഒരാളെ പേര് സെലക്ട് ചെയ്യാൻ നമുക്ക് സമയം പോകുന്നതുകൊണ്ടാണ്. ആരെങ്കിലും നിങ്ങളാണെങ്കിൽ വേറെ ആളുടെ പേര് പറഞ്ഞാലും മതി, ആരെങ്കിലും പറയൂ. ഞാൻ ഇതിന്റെ പന്തലും 1ാം ക്ലാസ് പഠിക്കുന്ന വേദ പന്തലുകൾ 8th സ്റ്റാൻഡേർഡ് പ്ലീസ്. 8th സ്റ്റാൻഡേർഡ് ഇത്രയുള്ളൂ. ലേഡീസ് ആരെങ്കിലും വന്നിട്ടുള്ള എല്ലാവരും ജെൻസാണ്. ലേഡീസ് 7th സ്റ്റാൻഡേർഡ് പ്ലീസ്. 7th 7th സ്റ്റാൻഡേർഡ് പ്ലീസ്. ഒരു ലേഡി കൂടെ ആയിക്കോട്ടെ. 7th ആരെങ്കിലും ഏറ്റെടുക്കും, കാരണം നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ടുള്ളതാണ്. ആരെങ്കിലും Sixth, please.
7th അല്ലേ കഴിഞ്ഞ? അത് 8th ആണ്. 7th അല്ലേ? ഒരു മിനിറ്റ്. 6th standard. 6th standard please. കഴിഞ്ഞോ? 6th കഴിഞ്ഞോ? എൻ്റെ പേര് ഷിജു. എൻ്റെ മോള് 6th B. 5th standard please. 5th standard. ആരെങ്കിലും പറഞ്ഞു? 4th. 4th. Anyone please? 4th. ആരാണെങ്കിലും എലക്ട് ചെയ്യപ്പെട്ട ആൾ വരുമോ? മുന്നോട്ട് വരണം. എലക്ട് ചെയ്യപ്പെട്ടോ? കഴിഞ്ഞോ? Third standard. Third standard. Third standard. Third standard, anyone please? Third. Second standard. Second. Second standard. ആരെങ്കിലും? ആരെങ്കിലും എലക്ട് ചെയ്യപ്പെട്ടോ? സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ലേഡീസ് മാത്രമേ ഉള്ളൂ പേരൻസ് ആയിട്ട്. അതുകൊണ്ട് ലേഡീസ് ആരെങ്കിലും പ്ലീസ്. അത്രയും പേരിൽ ഒരാൾ വേഗം പറയുമോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. UKG. UKG has to write LKG. ഇവനെയാണോ അതോ ഒരാളാണോ? രണ്ടുപേരും ഒരു ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ എക്സിക്യൂട്ടീവ് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് PTA പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ PTA പ്രസിഡന്റ് രാജേഷിനോട് ഒരു നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വർഷത്തോളം നമ്മൾ എന്ത് കാര്യത്തിൽ വിളിച്ചാലും ഇനി വിളിച്ചില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങൾ മറന്നുപോയാൽ പോലും കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുകയും
അസൗകര്യം ഉണ്ടെങ്കിലും വരികയും ഇനി ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എവിടേക്ക് പോകാൻ വേണ്ടി ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് വരികയൊക്കെ ചെയ്ത് ഏറ്റവും നന്നായി സഹകരിച്ച ആളാണ് രാജേഷിനായിട്ട്. ഒത്തിരി നന്ദി പറയുകയാണ്. ഈ സ്കൂളിലെ എല്ലാ പേരൻസിൻ്റെയും നന്ദി രാജേഷിന് പ്രത്യേകമായി അറിയുന്നു. ഇനി നമുക്ക്